കൃഷി വകുപ്പിന്റെ സമഗ്ര പച്ചക്കറി യജ്ഞ പദ്ധതിയുടെ ഭാഗമായി വൈക്കം താലൂക്ക് ആശുപത്രി വളപ്പിൽ ഒരുക്കിയ മാതൃകാ പച്ചക്കറി തോട്ടത്തിൽ 100 മീനി വിളവ്. വൈക്കം നഗരസഭ കൃഷിഭവൻ പരിധിയിലുള്ള താലൂക്ക് ആശുപത്രിയിലെ 40 സെന്റ് സ്ഥലത്താണ് പച്ചക്കറി കൃഷി നടത്തിയത്. നിലത്തിൽ കളകൾ വളരാതിരിക്കാൻ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് തൈ നട്ടും മണ്ണും വളവും നിറച്ച ഗ്രോ ബാഗിൽ ചട്ടിയിലുമാണ് തൈകൾ നട്ടത്. CK ആശ MLA പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷിയിലൊരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മുടെ വൈക്കം താലൂക്ക് ആശുപത്രിയുടെ കോമ്പൗണ്ടിൽ ഇത്തരത്തിലൊരു പച്ചക്കറി കൃഷിക്ക് തയ്യാറായത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇതിൻ്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചത്. ഇന്ന് വളരെ ഗംഭീരമായ രീതിയിൽ നമുക്ക് ഇവിടുന്ന് വിളവെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നല്ല ചുവപ്പ് കളറുള്ള ചീരയാണ്, പ്ലാത്താങ്കര ചീരയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ വിളയെടുത്തിട്ടുള്ളത്. തീർച്ചയായും ഇതെല്ലാം എല്ലാവരും ഒരു മാതൃകയാക്കി നമുക്ക് പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത നേടുക എന്നുള്ള കേരളത്തിൻ്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് ഇതൊരു ചുവടുപടിയാവട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. ഇനിയും തുടർന്നുള്ള കൃഷി വകുപ്പിൻ്റെയും കർഷക വകുപ്പിൻ്റെയും തുടർന്നുള്ള എല്ലാ പ്രോഗ്രാമുകൾക്കും എല്ലാവിധ ആശംസ. താലൂക്ക് ആശുപത്രി വളപ്പിൽ വിജയകരമായി നടത്തിയ കൃഷി കൂടുതൽ പേർക്ക് കൃഷിയോട് ആഭിമുഖ്യമുണ്ടാക്കാൻ ഇടയാക്കുമെന്ന് CK ആശ MLA ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. വൈക്കം നഗരസഭാ ചെയർമാൻ അബ്ദുൾ സലാം റാവുത്തർ അധ്യക്ഷത വഹിച്ചു. പൊതുജനങ്ങൾ കൂടുതലായി എത്തുന്ന ഇടങ്ങളിൽ കൃഷിത്തോട്ടങ്ങൾ തീർത്ത് കുടുംബങ്ങളെ കൃഷിയോടടുപ്പിക്കുന്ന കൃഷിഭവന്റെ പദ്ധതി കൂടുതൽ സ്ഥാപനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് കൃഷി വകുപ്പിന്റെ തീരുമാനം. താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ കൃഷിയുടെ പരിപാലനവും മേൽനോട്ടവും താലൂക്ക് ആശുപത്രി കൃഷിഭവൻ അധികൃതരും കാർഷിക വികസന സമിതി അംഗങ്ങളുമാണ് നിർവഹിച്ചത്. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ PG സീന, വൈക്കം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വിനുചന്ദ്ര ബോസ്, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ട്വിങ്കിൾ പ്രഭാകരൻ, കാർഷിക വികസന സമിതി അംഗം P സോമൻപിള്ള, N മോഹനൻ, സിന്ധു മധുസൂദനൻ, കൃഷി ഉദ്യോഗസ്ഥരായ മേസൻ മുരളി, VV സിജി, ആശ കുര്യൻ, നിമിഷ കുര്യൻ തുടങ്ങിയവർ സംബന്ധിച്ചു. i4U ന്യൂസ്, ഏറ്റുമാനൂർ.